ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആദ്യം വരുന്ന എക്സാം ഏതാണ് മക്കളെ? യെസ്, നമ്മുടെ ഇൻറ്റഗ്രേഷൻ ഡേ 1 ആണ് അല്ലേ, അഥവാ ഉത്കൃതനം 1ാം ദിവസം. അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമുക്ക് ഏതാണ് എക്സാം വരുന്നത്? ആ ഉത്കൃതനം 2ാം ദിവസമാണല്ലേ, ഇൻറ്റഗ്രേഷൻ ഡേ 2 ആണ് എക്സാം വരുന്നത്. അപ്പോൾ ആ 2 ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മലയാളം ടെക്സ്റ്റ് പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങളാണ് വരിക അല്ലേ. അപ്പം നമ്മൾ മുന്നേ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടീച്ചർ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മക്കളെല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ചാനലിൽ ആർക്കെങ്കിലും വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലും മക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്ക് 1ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാല്ലേ. എല്ലാവരും റെഡി ആണല്ലോ? ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കേ മക്കളെ, എന്താണ്? ആരാണ് ആകാശത്ത് എന്നതാണ് അല്ലേ. ആരാണ് ആകാശത്ത് എന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. നോക്കിക്കേ മക്കളെ, രാത്രിയിൽ ആകാശത്ത് നോക്കി നിൽക്കുകയാണ് പീലിമോൾ. അപ്പോൾ പീലിമോൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, പീലിമോളും അമ്മയൊക്കെ കൂടി രാത്രിയിൽ ആകാശം നോക്കി നിൽക്കുകയാണ് അല്ലേ. മക്കളും അങ്ങനെ ചെയ്യാറില്ല മക്കളെ? നമ്മളും ചെയ്യാറുണ്ട് അല്ലേ. രാത്രിയിൽ ആകാശം കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ഓക്കെ മക്കളെ, എന്തൊക്കെ കാഴ്ചകളാണ് രാത്രിയിൽ ആകാശം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക? നിറയെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ടായിരിക്കും. നമുക്ക് അമ്പിളി മാമനെ കാണാൻ, ഇതൊക്കെ നമുക്ക് ആകാശത്ത് കാണാം. നോക്കിക്കേ മക്കളെ, ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന പീലിമോൾ എന്താണ് പറഞ്ഞത് നോക്കൂ. ഹായ്, ആകാശത്ത് നിറയെ പൂക്കൾ, വലിയൊരു വെള്ളിക്കിണ്ണവും. ഇത് നോക്കിക്കേ മക്കളെ, അവൾ ആകാശത്ത് കണ്ടിട്ടുള്ള കാഴ്ചയാണ് അല്ലേ. അത് കണ്ടപ്പോൾ അവൾ എന്ത് പറയാണ്? ഹായ്, ആകാശത്ത് നിറയെ പൂക്കൾ, വലിയൊരു വെള്ളിക്കിണ്ണവും എന്ന് പറയാണല്ലേ. അപ്പം അമ്മ അവൾക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. എന്താണ്? അത് പൂക്കളല്ല. എന്താണ്? അത് പൂക്കളല്ല, പകരം എന്താണ് മക്കളെ? അതെന്താണ്? നക്ഷത്രങ്ങളാണ് അല്ലേ. അതെന്താണ്? പൂക്കളല്ല, നക്ഷത്രങ്ങളാണ് അല്ലേ. അപ്പോൾ അതാണ് മക്കൾ അവിടെ ചേർക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞത് എന്താണ്, വിട്ടുപോയ ഭാഗത്ത് എഴുതൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? അത് പൂക്കളല്ല, നക്ഷത്രങ്ങളാണ് എന്നുള്ളത് എഴുതണം അല്ലേ. പിന്നെ എന്താ അമ്മ പറഞ്ഞത്? വട്ടത്തിലുള്ളത് വെള്ളിക്കിണ്ണമല്ല. എന്താണ് മക്കളെ? അമ്പിളി മാമനാണ് അല്ലേ. അമ്പിളി മാമൻ എന്നും മക്കൾ അവിടെ എഴുതണം കേട്ടോ. നോക്കിക്കാൻ മക്കൾ, ആദ്യത്തത് നക്ഷത്രങ്ങളെന്നും പിന്നെ അമ്പിളി മാമനാണ് എന്നതുമാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അതിൽ വളരെ ഈസി ആയിട്ട് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. നക്ഷത്രം വരയ്ക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താണ്? നക്ഷത്രം വരയ്ക്കാം. പെൻസിൽ എടുക്കാതെ 1 മുതൽ 5 വരെ കുത്തുകളിലൂടെ വരച്ച് വീണ്ടും 1-ലെത്തിക്കൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1-ൽ നിന്ന് പെൻസിൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല മക്കൾ? പെൻസിൽ എടുക്കാൻ പാടില്ല, അങ്ങനെ വരച്ച് പോകണം കേട്ടോ. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള കുത്തുകളിലൂടെ വരച്ചിട്ട് വീണ്ടും 1-ലെത്തിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരാന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പെൻസിൽ ഉയർത്താതെ തന്നെ മക്കൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ 1-ൽ നിന്ന് എവിടേക്ക് പോകണം മക്കളെ? 1-ൽ നിന്ന് 2-ലോട്ട് പോയി, 2-ൽ നിന്ന് 3-ലോട്ട് വന്നു, 3-ൽ നിന്ന് 4-ലോട്ട് വന്നു, 4-ൽ നിന്ന് 5-ലോട്ട് വന്നു, 5-ൽ നിന്ന് വീണ്ടും നമ്മൾ എന്താ പറയുന്നത്? അവസാനം 1-ലേക്ക് എത്താനാണ്. അപ്പോൾ എന്താണ് മക്കളെ നമുക്ക് ചിത്രത്തിൽ കിട്ടിയിട്ടുള്ളത്? നല്ലൊരു നക്ഷത്രം കിട്ടിയില്ലേ. കണ്ടോ മക്കളെ? അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. മക്കൾക്ക് നല്ല ഭംഗിയിൽ വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു നക്ഷത്രം കിട്ടി. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവിടെ ടീച്ചർ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നക്ഷത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി നമുക്കൊരു അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് കേട്ടോ. വീട്ടിൽ എന്തെല്ലാം, നമ്മുടെ വീട് കെട്ടണം ടിയ എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വന്ന ചോദ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഉത്കൃതനം 1ാം ദിവസമോ അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഡേ 1 അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഡേ 2 അല്ലേ, ഉത്കൃതനം 2ാം ദിവസ പരീക്ഷയിലോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരും. നോക്കിക്കേ മക്കളെ, പീലിമോളുടെ വീട് നോക്കൂ, വീടിന് ജനാലകൾ വരച്ച് ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള വീടിന് മക്കൾ എന്ത് ചെയ്യണം മക്കളെ? ജനാല വരച്ച് ചേർക്കാനാണ് അല്ലേ, ജനൽ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നല്ല കളർ പെൻസിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മക്കൾ എന്ത് ചെയ്യണം? വരച്ച് ചേർക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ജനൽ വരച്ചു, അടുത്ത സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ജനൽ വരച്ചു. ഓക്കെ, ദെൻ നമ്മളോട് എന്താണ് പറഞ്ഞത്? വീട്ടിൽ 4 മുറികളുണ്ട്. എന്താണ്? വീട്ടിൽ 4 മുറികളുണ്ട് അല്ലേ.
ഓരോ മുറിയിലും ഉപകരണങ്ങൾ ഏതെല്ലാം എടുത്തെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപകരണങ്ങളുടെ ചിത്രങ്ങളൊക്കെ നമുക്ക് സൈഡിൽ തന്നിട്ടുണ്ട് അല്ലേ. ടി വി ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമല്ലേ അതുണ്ട്, അതുപോലെ തന്നെ കട്ടിലുണ്ട്, പിന്നെയോ മേശയുണ്ട്, ചിരവയുണ്ട്, ഗ്യാസ് സ്റ്റൗ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, സോഫയുണ്ട്. ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള 4 മുറികളുടെ പേരുകൾ അവിടെ തന്നിട്ട് ഏതൊക്കെയാണ് മക്കളെ? സ്വീകരണ മുറിയുണ്ട്, കിടപ്പ് മുറിയുണ്ട്, ഊണ് മുറിയുണ്ട്, അടുക്കളയുണ്ട് അല്ലേ. ഈ മുറികളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അതിൽ ഓരോ റൂമിലും ഏതൊക്കെയാണ് ഉപകരണങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യവും നമുക്കറിയാം അല്ലേ. അപ്പോൾ അതനുസരിച്ച് മക്കൾ എഴുതണം. സ്വീകരണ മുറിയിലുള്ളതിൻ്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. കിടപ്പ് മുറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എഴുതുക, ഊണ് മുറിയിൽ ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് എഴുതുക, അടുക്കളയിൽ ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് സ്വീകരണ മുറിയിൽ നമ്മൾ സോഫ, അതുപോലെ തന്നെ ടി വി അല്ലേ, ഈ 2 കാര്യങ്ങൾ നമുക്ക് സ്വീകരണ മുറിയിൽ വെക്കാം. പിന്നെ കിടപ്പ് മുറിയിൽ നമുക്ക് കട്ടിൽ വെക്കാം. അതുപോലെ ഊണ് മുറിയിൽ നമ്മൾ ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ കസേരയാണ് വെക്കുക അല്ലേ. ദെൻ ലാസ്റ്റ് അടുക്കളയിൽ നമ്മൾ ചിരവ വെക്കും, അതുപോലെ നമ്മൾ ആ പുട്ടുകൂടം വെക്കും, അതുപോലെ ഗ്യാസ് സ്റ്റവ്, ഗ്യാസ് സിലിണ്ടർ, ഇത്രയൊക്കെയാണ് നമ്മൾ എവിടെ വെക്കുക മക്കളെ? അടുക്കളയിൽ വെക്കുക ആണല്ലോ കൂട്ടുകാരെ. അപ്പം നിർബന്ധമായിട്ടും മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് വീട്ടിലുള്ള മുറികളുടെ പേര്, അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതാ എന്നുള്ള കാര്യവും മക്കൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാർ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പീലിമോളുടെ കൂട്ടുകാരൻ എന്നതാണ് അടുത്ത ചോദ്യം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് വായിക്കാനായിട്ട് അവിടെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഭാഗം മക്കൾ നന്നായിട്ട് 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം മിനിമം മക്കൾ വായിച്ച് നോക്കിയാലേ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. കാര്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് കൂട്ടുകാർക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ മക്കളെ, ക്ലിയർ ആണല്ലോ? നോക്കിക്കേ, മിസ് വായിക്കുന്ന നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. പീലിമോളുടെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ് കുട്ടു അണ്ണാൻ. അവൾ തീറ്റ കൊടുത്ത് ഓമനിച്ച് വളർത്തുന്ന അണ്ണാനാണ്. പക്ഷേ അവൻ എന്നും കാട്ടിൽ പോകും. അവന് ധാരാളം കൂട്ടുകാരുണ്ട്. അവിടെ ധാരാളം പഴങ്ങളുണ്ട്, സ്വാദുള്ള പഴങ്ങൾ. എന്താണ് മക്കളെ പറഞ്ഞത്? നമ്മുടെ പീലിമോൾക്ക് ഒരു പ്രിയപ്പെട്ട ചങ്ങാതി ഉണ്ട് അല്ലേ. ആരാണത്? നമ്മുടെ കുട്ടു അണ്ണാനാണ് അല്ലേ. ആരാണ്? കുട്ടു അണ്ണാനാണ്. അവൾ എന്ത് ചെയ്യും? അവന് നന്നായി തീറ്റ കൊടുത്തിട്ടൊക്കെ ഓമനിച്ച് വളർത്തുന്ന അണ്ണാനാണ് അല്ലേ. പക്ഷെ അവൻ എന്നും എന്ത് ചെയ്യും? കാട്ടിൽ പോവും. അവിടെ അവന് ധാരാളം കൂട്ടുകാരുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ അവിടെ ധാരാളം പഴങ്ങളും ഉണ്ട്. എങ്ങനെയുള്ള പഴങ്ങളാണ്? നല്ല സ്വാദുള്ള പഴങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. ആദ്യത്തെ ചോദ്യം നോക്കിക്കുക മക്കളെ. പീലിമോളുടെ ചെങ്ങാതി ആര്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? പീലിമോളുടെ ചെങ്ങാതി ആരാണ് മക്കളെ? പീലിമോളുടെ ചെങ്ങാതി ആരാണ്? നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആരാണ് പറഞ്ഞേ? നമ്മുടെ കുട്ടു അണ്ണാനാണ് പീലിമോളുടെ ചെങ്ങാതി അല്ലേ. അപ്പം മക്കൾ നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗത്തുള്ളത് നന്നായിട്ട് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുക. ആൻസർ ഓർമ്മയില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി ആ ഭാഗം വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കേട്ടോ. ആരാണ്? കുട്ടു അണ്ണാനാണ് അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. അണ്ണാൻ്റെ കൂട്ടുകാർ എവിടെയാണ് മക്കളെ? എവിടെയാണ് നോക്കിക്കേ. അവന് കാട്ടിൽ ധാരാളം കൂട്ടുകാരുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അണ്ണാൻ്റെ കൂട്ടുകാർ എവിടെയാണുള്ളത്? യെസ്, കാട്ടിലാണല്ലേ. എവിടെയാണ്? കാട്ടിൽ എന്നാണ് മക്കൾ എഴുതേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കാട്ടിൽ എങ്ങനെയുള്ള പഴങ്ങളാണുള്ളത്? എങ്ങനെയുള്ള പഴങ്ങളാണ് മക്കളെ? നമുക്കിവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? സ്വാദുള്ള പഴങ്ങൾ. എങ്ങനെയാണ്? സ്വാദുള്ള പഴങ്ങൾ. സ്വാദ് എന്നൊക്കെ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പക്ഷെ ഇപ്പം നമുക്ക് അവിടെ വായിക്കാനായി തന്നിട്ടുള്ള ഭാഗത്ത് ആ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവിടെ നോക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള പഴങ്ങളാണ് മക്കളെ? സ്വാദുള്ള പഴങ്ങൾ. നോക്കിക്കേ, ഒന്നുകൂടി നമുക്ക് നോക്കാം ചോദ്യങ്ങൾ. പീലിമോളുടെ ചങ്ങാതി ആരായിരുന്നു? കുട്ടു അണ്ണാനാണ്. അണ്ണാൻ്റെ കൂട്ടുകാർ എവിടെയാണ്? കാട്ടിലാണ് അല്ലേ. കാട്ടിൽ എങ്ങനെയുള്ള പഴങ്ങളാണ് ഉള്ളത്? സ്വാദുള്ള പഴങ്ങളാണ് കാട്ടിലുള്ളത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പാർട്ട് 2 ടീച്ചർ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് കൂടി മക്കൾ കാണാം. ഒരുപാട് ലെങ്തി വീഡിയോസ് ആയ ചിലപ്പം കൂട്ടുകാർക്ക് കാണാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ടീച്ചർ അടുത്ത വീഡിയോയിൽ ഇടുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മക്കൾ ഇപ്പം തന്നെ പഠിച്ചോളുക കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു വീട്ടിലുള്ള മുറികളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അവയുടെ പേരുകളൊക്കെ കാണാതെ തന്നെ എഴുതാനായിട്ട് മക്കൾ പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ
എല്ലാ മക്കളും എന്ത് ചെയ്യും, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.